മകൻ +2 കഴിഞ്ഞു. ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത്. ശരിയാണ്, കാലം മാറി. കുട്ടികൾ ഇപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി. സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും. അപ്പോൾ ഡിഗ്രി 3 വർഷവും PG 2 വർഷവും പഠിക്കണ്ടേ? അതെ, ഒരു കാര്യം അറിയോ? 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം 30,000 രൂപ നാട്ടിൽ കിട്ടും. 5 വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം. ഡിഗ്രിയും PGയും കൂടെ എഴുതാമല്ലോ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ തീരുമാനം. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പൊന്നാനി തണൽ MI ടീമും അഹല്യ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേതൃചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊന്നാനി MIUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. തണൽ MI ടീം, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ നേതൃചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊന്നാനി MIUP സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നാം പഠിച്ച വിദ്യാലയത്തെ എക്കാലത്ത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഈ തണൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും നമ്മുടെ ഈ പ്രപഞ്ചത്തെ നോക്കി കാണുന്നത് നമ്മുടെ നേത്രങ്ങൾക്ക് കഴിയാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കണ്ണ് പോയാലറിയാം കണ്ണിന്റെ പെരുമ എന്ന് പണ്ടുള്ളവർ പറഞ്ഞ പോലെ കാഴ്ച അതിസൂക്ഷ്മതലത്തിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് എന്നുള്ളതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ തന്നെ മുഴുവൻ മനോഹാരിതയും നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയുന്നത് ഒരു നോട്ടത്തിൽ, അതല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ഒരു അർത്ഥത്തിൽ കാഴ്ച പരിമിതരായവരെ സഹായിക്കുക, കാഴ്ചയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഈ തണൽ കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ള ഈ ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും പുതിയ കാലത്തിന്റെ പുതിയ വെല്ലുവിളികൾ പ്രതിരോധിക്കുന്നത്. ഇക്ബാൽ, മുജീബ്, AMK, ഹംസത്ത്, സലീം ഷാ, അബ്ദുൽ സലീം, ഷംസു PV, അക്ബർ, UK ഷർഫുദ്ദീൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.